ഒരു ബ്രസീൽ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ തകർന്ന് ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ബ്രസീലിനെ ന്യായീകരിക്കാനുള്ള ന്യായീകരണ പോയിൻറ്റ്സ് ഇല്ല. അതാണ് സത്യാവസ്ഥ. ജോഗോ ബൊണീറ്റോ ഇതൊക്കെ ഇപ്പം ഓർമ്മകളിൽ മാത്രമാണ്. ജോഗോ ബൊണീറ്റോ ഒക്കെ നടത്തിയിരുന്ന റൊണാൾഡിഞ്ഞോ, കാക്ക, റോബർട്ടോ കാർലോസ്, റിവാൾഡോ, ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയുള്ള കളിയാക്കലായിരുന്നു ഇന്നത്തെ മത്സരം. എനിക്ക് തോന്നുന്നു ബ്രസീലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് അല്ലെങ്കിൽ മോശം ടീമാണ് ഇന്ന് ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. നോർവേ പോലുള്ള ടീം, നോർവേ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. പക്ഷേ നോർവേക്കെതിരെ ബ്രസീൽ നിൽക്കുമ്പോഴത്തേനും ഭൂരിഭാഗം ആൾക്കാരും ബ്രസീൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സ്റ്റാറ്റ്സ് തന്നെ നോക്കിയാൽ 66% പൊസഷൻ നോർവേക്ക്. കാരണം നോർവേയുടെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ബ്രസീലിന് സ്വന്തം കാലിൽ പന്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല. ബോൾ പൊസഷൻ കീപ്പ് ചെയ്യാൻ ആ ഒരു മിഡ്ഫീൽഡിന്, ബ്രസീലിൻ്റെ പേര് കേട്ട മിഡ്ഫീൽഡ്, കസമീറോയ്ക്കോ അല്ലെങ്കിൽ ബ്രൂണോ ഗുമാരസിനോ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. അപ്പുറത്ത് സാൻഡർ ബെർജ്, പാട്രിക് ബെർജൊക്കെ ഇവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല പല ക്രൂഷ്യൽ ഡിസിഷൻസ്, പ്രത്യേകിച്ച് കോച്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ നോക്കിയേ, ആ ഒരു കുണിയ വിൻ ചെയ്ത ആ ഒരു പെനാൽറ്റി എടുക്കാനോ വന്നത് ബ്രൂണോ ഗുമാരസിൻ്റെ കരിയറിൽ തന്നെ ആകെപ്പാടെ 3 പെനാൽറ്റിയാണ് എടുത്തിരിക്കുന്നത്. അത് 3 പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. അവിടെ ന്യൂകാസിലിന് വേണ്ടി 2, ലിയോണിൽ 1. ഇതാണ് പുള്ളിയുടെ ഒരു റെക്കോർഡ്. ന്യൂകാസിൽ ഒരു സ്ഥിരം പെനാൽറ്റി ടേക്കർ അല്ല ബ്രൂണോ ഗുമാരസ്. പിച്ചിൽ വിനീഷ്യസ് ഉണ്ട്, റയൽ മാഡ്രിഡിലൊക്കെ ഇഷ്ടംപോലെ പെനാൽറ്റി എടുക്കുന്ന മനുഷ്യൻ. കരിയറിൽ ഓൾമോസ്റ്റ് 19 പെനാൽറ്റി വിനീഷ്യസ് എടുത്തിട്ടുണ്ട്. അതിൽ 13 സ്കോർ ചെയ്യാൻ വിനീഷ്യസിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് 3 എടുത്ത ബ്രൂണോ ഗുമാരസിൻ്റെ പെർസെൻറ്റേജും 19 എടുത്ത വിനീഷ്യസിൻ്റെ പെർസെൻറ്റേജും തമ്മിൽ താരതമ്യം ചെയ്താണ് ആഞ്ചലോട്ടി ആ ഒരു ഡിസിഷനിലോട്ട് വന്നത്. ആഞ്ചലോട്ടി പ്രസ് കോൺഫറൻസിലും പറയുന്നുണ്ട് ഏറ്റവും നല്ല പെനാൽറ്റി ടേക്കർ ഞങ്ങൾ സ്റ്റാറ്റ്സ് വെച്ച് നോക്കിയപ്പോൾ അത് ബ്രൂണോ ഗുമാരസ് ആണെന്ന് കണ്ടു. അതുകൊണ്ടാണ് ബ്രൂണോ ഗുമാരസിന് ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെന്ന്. അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. പിന്നെ ആഞ്ചലോട്ടി കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാവരും ദയനീയമായിരുന്നു. ഡനീലോ, എഡേഴ്സൺ, നെയ്മർ, എൻട്രിക്കിനൊന്നും ദയവ് ചെയ്ത് ആരും നമ്മുടെ ആ ഒരു യുണൈറ്റഡ് ലെജൻഡായിട്ടുള്ള ബോബി ചാൾട്ടൻ്റെ പേര് വിളിക്കരുത് എന്നുള്ള ഒരു ദയനീയ ഒരു അപേക്ഷ, യുണൈറ്റഡ് ആരാധകൻ എന്നുള്ള നിലയിൽ ആ ഒരു അപേക്ഷ എനിക്കുണ്ട്. ദയവ് ചെയ്ത് ആ മനുഷ്യന് ബോബി ചാൾട്ടനൊന്നും വിളിക്കരുത്. ഇന്ന് കിട്ടിയ ആ ഒരു ചാൻസ് ഇതിലും ഭേദം റിച്ചാലിസൺ ആണെന്ന് എനിക്ക് ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നി. നാളെ ഇവൻ മെച്ചപ്പെട്ടേക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇന്ന് കാണിച്ച അവൻ്റെ പെർഫോമൻസ് കണ്ടപ്പം ഇതിൽ ഭേദം റിച്ചാലിസൺ ആണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മത്സരം ആ ഒരു ജപ്പാൻ തോക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജപ്പാന് എർലിംഗ് ഹാലൻഡ് പോണക്കത്തെ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നോർവേക്ക് എർലിംഗ് ഹാലൻഡ് ഉണ്ടായിരുന്നു. എർലിംഗ് ഹാലൻഡ് 2 ഗോള്, പുള്ളിക്ക് കിട്ടിയ ചാൻസിൽ 2 ഗോള് സ്കോർ ചെയ്തു. അങ്ങനെ എർലിംഗ് ഹാലൻഡിൻ്റെ സ്റ്റാറ്റ്സ് തന്നെ എടുത്തു നോക്കിയാൽ ആകെപ്പാടെ 30 ടച്ചാണ് എർലിംഗ് ഹാലൻഡിന് ആ ഒരു മത്സരത്തിൽ ഉടനീളമായിട്ടുള്ളത്. 30 ടച്ചസ് മാത്രം. അതിൽ 4 ബോക്സിനകത്തുള്ളത്. 4 ടച്ചസ് വെച്ചുകൊണ്ട് പുള്ളി 2 ഗോള് സ്കോർ ചെയ്തു. ഈ ഒരു എർലിംഗ് ഹാലൻഡിൻ്റെ ഓവറോൾ XG ഒക്കെ നോക്കിയാൽ 0.34. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു, ഞങ്ങളുടെ ഗബ്രിയൽ മഗ്ലഹീസ് ഹാലൻഡിനെയൊക്കെ വലിച്ചിങ്ങനെ എറിയുമെന്ന്. ഞാനിന്ന് കണ്ടു. എൻ്റെ പൊന്നെ, ഹാലൻഡും മാർക്കിന്യോസും അതേപോലെ തന്നെ ഗബ്രിയലും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, ആ ഒരു ആദ്യത്തെ ഗോളിൽ ഗബ്രിയലിനെ അക്ഷരാർത്ഥത്തിൽ ഗബ്രിയലിന് മേലാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗോള് എർലിംഗ് ഹാലൻഡ് സ്കോർ ചെയ്തത്. രണ്ടാമത്തേതിൽ ഡനീലോടെ കാലിൻ്റെ ഇടയിൽ കൂടാണ് പുള്ളി ഗോൾ സ്കോർ ചെയ്തൊക്കെ പോകുന്നത്. എനിക്ക്
ഹാലൻഡ് ആ ഒരു ആർത്തിരമ്പിയുള്ള ആഘോഷമൊന്നും ഗോൾ അടിച്ചിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ബ്രസീലിനോടുള്ള ഒരു ഡിസ്റെസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എർലിംഗ് ഹാലൻഡ് മാത്രമല്ല, അവൻ്റെ അച്ഛൻ പുള്ളിയും ഈ ഒരു വിജയം, അതും പുള്ളിയുടെ മകനിലൂടെയുള്ള ഈ ഒരു വിജയം പുള്ളിയും അർഹിക്കുന്നുണ്ട്. പുള്ളിയുടെ കരിയർ ഞങ്ങളുടെ ഒരു ലെജൻഡ് തകർത്ത് കളഞ്ഞതാണ്, ഞങ്ങളുടെ ഒരു യുണൈറ്റഡ് ലെജൻഡ് തകർത്ത് കളഞ്ഞതാണ്. അപ്പം അവർക്ക് മാക്സിമം ഹാപ്പിനെസ് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും വിഷസും എല്ലാം. മുന്നോട്ടും അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകട്ടെ. എർലിംഗ് ഹാലൻഡിനെയും ഈ ഒരു നോർവേ ടീമിനെയും കൊണ്ട് ഫൈനലിലെത്തുക അല്ലെങ്കിൽ കപ്പടിക്കുക എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഒരു ബാലൻ ഡെയോറിലേക്കുള്ള പുള്ളിയുടെ യാത്രയായി മാറാൻ വരെയുള്ള ഒരു യാത്രയിലാണ് ശരിക്കും എർലിംഗ് ഹാലൻഡ് ഇപ്പം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാച്ചിൻ്റെ അവസാന ഭാഗമൊക്കെ ആയിട്ട് എനിക്ക് സങ്കടം തോന്നിയത്, എനിക്ക് ദേഷ്യം തോന്നിയതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നെയ്മർ ജൂനിയറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഒരു പെനാൽറ്റിയുടെ സമയത്ത് ശരിയാണ്, അവരുടെ ആ ഒരു ഗോൾ കീപ്പർ നൈലൻഡ് ഇന്നത്തെ മത്സരത്തിൽ 4 സേവുകൾ നടത്തിയ ആ ഒരു ഗോൾ കീപ്പർ പുള്ളിക്കെതിരെ ഒരു ഡിസ്ട്രാക്ഷൻ ടാക്ടിക്സ് നെയ്മറിനെതിരെ പ്രയോഗിക്കുന്നുണ്ട്. നെയ്മർ അതിൽ വീണിട്ട് പുള്ളിയെ പോയിട്ട് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് കളിയാക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ബ്രസീൽ പുറത്ത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയമാണെന്ന് ഓർക്കണം. ആ സമയത്ത് പോയിട്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക, അതും നെയ്മർ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ അത് കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദയനീയം തോന്നി. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് മത്സരം തോറ്റ് കഴിഞ്ഞ് പുള്ളി കരയുന്നു. പുള്ളിയുടെ റിട്ടയർമെൻറ്റ് അനൗൺസ്മെൻറ്റ് വരുന്നു, ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നുള്ള പുള്ളിയുടെ റിട്ടയർമെൻറ്റൊക്കെ വരുന്നത് കണ്ടപ്പം 34-ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം ആ ഒരു മനുഷ്യൻ, അത്രയും ടാലൻ്റുള്ള മനുഷ്യൻ്റെ കരിയർ പുള്ളി അവസാനിപ്പിക്കുന്നത്. ഈ ഒരു 34-ാമത്തെ വയസ്സിൽ റൊണാൾഡോ, മെസ്സി അവരൊക്കെ അവരുടെ പീക്ക് സമയമാണ്, തീപ്പൊരിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയം. അവൻ തന്നെ അവൻ്റെ കരിയർ കളഞ്ഞ് കുളിച്ചു. വെറും 30-40 മിനിറ്റ് കളിക്കാൻ വേണ്ടി ആഞ്ചലോട്ടി സെലക്ട് ചെയ്തു നെയ്മർ ജൂനിയറിനെ. ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ആഞ്ചലോട്ടിയുടെ ടീം സെലക്ഷൻ എനിക്കറിയത്തില്ല, പലരും പറയുന്നുണ്ട് ഇപ്പം ജാവോ പെഡ്രോയുടെ സെലക്ഷൻ്റെ കാര്യം, അതുപോലെ തന്നെ ആന്ദ്രെ സാൻഡോസിൻ്റെ സെലക്ഷൻ. അവർ വന്നു കഴിഞ്ഞാൽ ബ്രസീൽ കപ്പടിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ബ്രസീൽ പണ്ടത്തെ പോലെ ആ ഒരു ടാലൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിരുന്നു ബ്രസീൽ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ബ്രസീൽ അതല്ല, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു ടാലൻറ്റ് അവർക്കില്ല. വരും നാളുകളിൽ ടാലൻറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റട്ടെ. അവരുടെ ആ ഒരു ഫെഡറേഷനുള്ളിൽ, ബ്രസീലിൻ്റെ ആ ഒരു ഫുട്ബോൾ ഫെഡറേഷനുള്ളിലെ അഴിമതികൾ കുതികാല് വെട്ട് അതൊക്കെ അവസാനിപ്പിച്ച് അവർ ഫുട്ബോളിനെ കുറച്ചുകൂടെ സീരിയസ് ആക്കണം, അല്ലെങ്കിൽ അവർ ഫുട്ബോളിൽ ഒന്നും അല്ലാതായി മാറുന്ന ഒരു പോക്കാണ് ബ്രസീൽ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം നെയ്മറിൻ്റെ ആ ഒരു കണ്ണീരിനൊക്കെ ശേഷം എനിക്ക് നല്ല പേടിയുണ്ട്. അടുത്തത് റൊണാൾഡോയുടെ മത്സരം വരുന്നു, പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. ആ ഒരു മത്സരത്തിൽ അണ്ണൻ്റെ കണ്ണീര് കാണരുതേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പിന്നെ കമൻസ് ആയിട്ട് ഇടാൻ പറ്റും. നല്ല വീഡിയോ ആണ്.